എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ SS മഹീന്ദ്രയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ജനറൽ മാനേജറാണ്. നമ്മുടെ ഈ ഫ്ലീറ്റ് മാസ്റ്റർ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും എൻ്റെ പേരിലും SS മഹീന്ദ്രയുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമുക്ക് രണ്ട് വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരൂർക്കട യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായ ഷാഫി സാറും സെക്രട്ടറിയായ ഹരികുമാർ സാറും എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 4 ഡീലർഷിപ്പുകൾ നമുക്ക് പ്രധാനമായിട്ടുണ്ട്. ഒന്ന് SS ഹുണ്ടായി, 2 SS ഹോണ്ട കാറുകളുടെ ഡീലർഷിപ്പ്, TVS ബൈക്കിൻ്റെ SS TVS, പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് SS മഹീന്ദ്രയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് 3 ബ്രാഞ്ചുകളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ആറ്റിങ്ങൽ, കിളിമാനൂർ, നെയ്യാറ്റിങ്കര എന്നിങ്ങനെയാണ്. പിന്നെ മഹീന്ദ്ര വാഹനങ്ങളുടെ ചരിത്രം തന്നെ നിങ്ങൾക്കറിയാം. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ, അതായത് ഓഫ് റോഡ് വാഹനങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയിലെ നമ്പർ 1 പേരാണ് മഹീന്ദ്ര എന്ന് പറയുന്നത്. മഹീന്ദ്ര കാലാകാലങ്ങളായിട്ട് നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്ന ഒരു വാഹന നിർമ്മാതാവാണ്. ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡും കസ്റ്റമറുടെ ആവശ്യവും അനുസരിച്ച് വാഹനങ്ങളെ രൂപകൽപ്പന ചെയ്യുകയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വാഹനങ്ങൾ പുതുതായി നിരത്തിലിറക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഫ്ലീറ്റ് മാസ്റ്റർ പരിപാടിയുടെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ, ഈ വിളക്ക് തെളിയിച്ച് നടത്തുന്നതിനായിട്ട് നമ്മളുടെ SS ഗ്രൂപ്പ് CEO കിരൺലാൽ സാറിനെ ക്ഷണിക്കുള്ളൂ. എൻ്റെ പേര് ഷാജഹാൻ. ഞാൻ ഇവിടുത്തെ സെയിൽസ് കൺസൾട്ടൻ്റാണ്. കൊമേഴ്ഷ്യലാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നെക്കാളും എല്ലാവർക്കും പ്രോഡക്റ്റിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ എന്നെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റിനെ പറ്റി അധികം ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ബൊലേറോ പിക്കപ്പ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് 2 വണ്ടികളെ വരുന്നുള്ളൂ. ബൊലേറോ 4x4ഉം ബൊലേറോയുടെ 1.3 AC എന്ന് പറയുന്ന മോഡലും. നമുക്കിപ്പോൾ ഈ 4x4 എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു വണ്ടി തന്നെയാണ് 4x4. പിന്നെ 1.3 AC, അതൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഈ പഴയ ഒരു ഫേസിലുള്ള ഈ 2 മോഡൽ മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ. ബാക്കി എല്ലാ വാഹനങ്ങളും മാക്സ് സീരീസ് എന്ന് പറഞ്ഞൊരു സീരീസിലോട്ട് മാറിയിട്ടുണ്ട്. 3 എന്ന് പറയുന്ന സീരീസാണ്. അതായത് നമ്മുടെ പഴയ മാക്സി ട്രക്ക്, സിറ്റി പിക്കപ്പ്, ആ ഒരു സെഗ്മെൻ്റ് എല്ലാം നിർത്തലാക്കിയ ശേഷം ബൊലേറോ മാക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം തുടങ്ങിയ മോഡലാണ്. നമ്മുടെ ബൊലേറോ പിക്കപ്പുകളിൽ ഏറ്റവും കുഞ്ഞനാണ്. അതായത് 8 അടി നീളം, 8 അടിയും 8.7 അടി നീളം വരുന്ന മോഡലുകളാണ്. 1300 കിലോഗ്രാം പേലോഡും 1400 കിലോഗ്രാം പേലോഡുമാണ് ഈ വാഹനങ്ങൾക്ക് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റോഡിൽ സുലഭമാണ്. നമുക്ക് ഈ ഇവിടുന്ന് ഒരു 100 വണ്ടി പോയാൽ ഒരു 70 വണ്ടിയും ഈ മാക്സ് സിറ്റി സീരീസിലുള്ള വണ്ടിയാണ്. സാധാരണ കച്ചവടക്കാരും പിന്നെ ചെറിയ നമുക്ക് റൂട്ട് സെയിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാരും കൂടുതൽ ഫ്ലൈറ്റ് ഓണേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇതിൻ്റെ HD സീരീസ് എന്ന് പറഞ്ഞ മോഡലാണ്. അതിപ്പോൾ നമുക്കൊരു 1.5 വർഷമേ ആയിട്ടുള്ളൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. ഇതിൽ നമുക്ക് 1300 കിലോഗ്രാം പേലോഡ് മുതൽ 2 ടൺ വരെ പേലോഡ് വരുന്ന 9 അടി മുതൽ 10 അടി വരെ നീളം വരുന്ന വാഹനങ്ങളാണ് വരുന്നത്. ഇത് താരതമ്യേന സിറ്റി സീരീസിനേക്കാളും പവറും ടോർക്കും കൂടുതലാണ്. ടയർ സൈസിൽ വലിപ്പം കൂടുതലാണ്. കുറച്ചും കൂടെ ഹെവി പർപ്പസിനുള്ള, ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത് പോലെ തന്നെ ഹെവി പർപ്പസിനുള്ള വാഹനമാണ്. പിന്നെ നമുക്ക് വരുന്നത് ക്യാമ്പർ സെഗ്മെൻറ്റ്, ഡബിൾ ക്യാബിന് വരുന്നത്. ഇതും സ്പെഷ്യൽ പർപ്പസാണ്, എല്ലാ കസ്റ്റമേഴ്സും യൂസ് ചെയ്യുന്നില്ല. ഇതിൽ നമുക്കൊരു 3 വേരിയൻറ്റ് വരുന്നുണ്ട്. AC-യും നോൺ AC-യും 4 വീൽ ഡ്രൈവും വരുന്നുണ്ട്. പിന്നെ വരുന്നത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോൾ നിലവിൽ SS മഹീന്ദ്രയിൽ നമ്മൾ വിൽക്കുന്ന മഹീന്ദ്ര കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഏറ്റവും വിലക്കുറവും ഏറ്റവും ചെറുതുമായ വാഹനമാണ് ഈ സുപ്രോ എന്ന് പറയുന്ന വാഹനം. ഇതിൽ നമുക്ക് 2 വേരിയൻറ്റ് വരുന്നുണ്ട്, സുപ്രോ മിനിയും സുപ്രോ മാക്സിയും. ഇത് നമുക്ക് കൂടുതലും മൈലേജ് ഡിപ്പെൻഡ് ചെയ്ത്, അതായത് റോഡ് സെയിൽ നടത്തുന്ന മൈലേജ് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമുക്കൊരു 1.5 ടൺ 2 ടൺ വരെ ക്യാരി ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് ഈ സുപ്രോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് എല്ലാവരും കാണുന്നത് ഈ വീറോ എന്ന് പറയുന്ന മോഡലാണ്. ഇപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് നോസിങ് ഇല്ലാത്ത നമുക്ക് എപ്പോഴും ഒരു മൈനസായിട്ട് ഒരുപാട് കസ്റ്റമർ പറയുന്നുണ്ടായിരുന്നു. കാര്യം ഈ സിറ്റി യൂസും ഈ ടേണിംഗ് റേഡിയസിൻ്റെ കൂടുതലും കാരണം
പലരും നമ്മുടെ വണ്ടി ഒഴിവാക്കിയിട്ട് ദോസ്ത് പിന്നെ നമ്മുടെ ഇൻട്ര പോലുള്ള വെഹിക്കിൾസിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ടും മാർക്കറ്റ് ഷെയറിൻ്റെ 50% മഹീന്ദ്രയ്ക്കാണ്. ബാക്കിയുള്ള ഒരു മാർക്കറ്റ് ഷെയറിനും കൂടെ നമുക്ക് കയ്യെത്താനായിട്ടാണ് ഈ വീറോ എന്ന പുതിയൊരു മോഡൽ നമുക്കിപ്പോൾ മഹീന്ദ്രയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എല്ലാവർക്കും ഇപ്പോൾ ഈ വീറോ എന്ന പുതിയൊരു മോഡലാണെങ്കിലും ഇതിൻ്റെ എൻജിൻ പുതിയൊരു എൻജിനല്ല. നിലവിൽ 6 ലക്ഷം വാഹനങ്ങൾ ഈ സെയിം എൻജിനുള്ള വാഹനം ഇവിടെ നിലവിലിപ്പോൾ നമ്മുടെ റോഡിൽ ഓടുന്നുണ്ട്. നമ്മുടെ ഏറ്റവും ഹിറ്റായ ബൊലേറോ പാസഞ്ചറിൻ്റെ 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് എഞ്ചിൻ്റെ കാര്യത്തിൽ ആർക്കും വേറെ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതിൽ നമുക്കിപ്പോൾ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. നോൺ AC മുതൽ AC ടോപ്പ് മോഡലിൽ നമുക്കൊരു കാറിനെ കടത്തി വെട്ടുന്ന ഫീച്ചേഴ്സ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. എയർ ബാഗ്, 10.25 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ്, പിന്നെ നമുക്ക് പവർ വിൻഡോ, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, 9 അടിയും 10 അടിയും നീളത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഡെക്ക് സൈസ്, പിന്നെ ഐമാക്സ് എന്ന് പറയുന്ന കാർ കണക്ട് ടെക്നോളജി കാര്യങ്ങളെല്ലാം ഈ മോഡലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 മാസമേ ആയി ലോഞ്ച് ചെയ്തിട്ട്. നമുക്ക് എങ്കിൽ തന്നെ ഇത് ഏകദേശം നല്ല സെയിലും നല്ല ബുക്കിങ്ങും നമുക്കിപ്പോൾ ഈ വാഹനത്തിന് വരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് നമുക്ക് ഈ വാഹനങ്ങൾ ബാക്കി ബൊലേറോ, പിക്കപ്പ്, സുപ്രോ എല്ലാവർക്കും അറിയാമെങ്കിലും ഈ വീറോയെ കുറച്ച് കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ അവസരം യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഈ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ ഇത്രയും വാഹനങ്ങളാണ് നിലവിൽ വരുന്നത്. നന്ദി. ഞാൻ പൊതുവെ ഒരു വലിയ പ്രാസംഗികനൊന്നുമല്ല, പക്ഷേ നമ്മുടെ യൂണിറ്റ് പരിധിയിലുള്ള നമ്മുടെ ഭാഗമായി നിൽക്കുന്ന ഈ കൊമേഴ്സ്യൽ വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഭാഗമായിരിക്കുന്ന ഇതാണ് നമ്മുടെ എല്ലാ വ്യാപാരത്തിൻ്റെ. അതൊരു വ്യാപാരിയുടെ ഒരു ആവശ്യമായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞങ്ങളെ ഈ ഫ്ലീറ്റ് മാസ്റ്റർ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് ആദ്യം തന്നെ SS മഹേന്ദ്ര പെറുകിട ആദ്യം നന്ദി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഷാഫി പറഞ്ഞതുപോലെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയത്തക്ക പാരമ്പര്യമൊന്നും വാഹനമായിട്ടൊന്നും എനിക്കില്ല. ഞാൻ ഷോപ്പ് എടുത്തുനിന്ന് 10-37 വർഷമായി. അവിടെ എന്നാലും സാധനം മെറ്റീരിയൽസൊക്കെ ആയിട്ട് വരുന്ന വണ്ടികൾ ഏറ്റവും കൂടുതൽ വരുന്ന മഹീന്ദ്രയുടെ മറ്റു വാഹനങ്ങൾ, പൈപ്പായാലും മറ്റ് ലോഡ് വലിയ വണ്ടിയിൽ വരേണ്ട സാധനങ്ങളെല്ലാം വരുന്നത് ഇത്തരം വണ്ടികളിൽ തന്നെയാണ്. ഇങ്ങനൊരു പ്രോഗ്രാമിൻ്റെ സദ്ദേശം എന്ന് പറയുന്നത് ഇതുവഴി ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുവഴി നമ്മൾ ഓരോ കൂടുതൽ ബൾക്കായിട്ട് വാങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ 4, 5, 8 വാങ്ങിയ കസ്റ്റമേഴ്സിന് മാത്രമല്ല, സിംഗിൾ കസ്റ്റമേഴ്സിന് അടുത്ത് നമുക്ക് വാലിക്കണം.